ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. ആദരവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമെ, അവിടുത്തെ ശറഫാക്കപ്പെട്ട ആ മുഖസാദൃശ്യമുള്ള ഒരു സഹാബി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു. മക്കത്തെ പേരുകേട്ട ഒരു പണക്കാരനും ധനികനുമായിരുന്ന സഹാബി. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ അത്തർ അഥവാ സുഗന്ധദ്രവ്യങ്ങൾ പുരട്ടിക്കൊണ്ട് റോഡിലോട് നടക്കുമ്പോൾ എത്രയോ ദൂരെ വെച്ച് അദ്ദേഹമാണ് വരുന്നതെന്ന് അറിയാൻ കഴിയുമായിരുന്നു. അത്രയ്ക്കും വിലകൂടിയ, അത്രയും ആർഭാടമായി ജീവിച്ചുള്ള, കുടുംബ പാരമ്പര്യമായാലും വളരെ സാമ്പത്തികമായി അത്രയും ധനികനായിരുന്ന ആ കാലഘട്ടത്തിൽ ഹബീബായ തങ്ങളുടെ ദീനുൽ ഇസ്ലാം അവിടെ ഹൃദയത്തിലേക്ക് പതിയുകയും ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്തപ്പോൾ അവിടെ വീട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ടു. അവരുടെ ഉമ്മ ആദ്യം ആ മഹാനവറുകളെ കെട്ടിയിട്ട് ഉറച്ചു നിന്നു, നിനക്ക് ഞാൻ മാപ്പ് നൽകാം. അപ്പോൾ പറഞ്ഞു, ഞാൻ സത്യമതത്തിലേക്ക്, ഹബീബായ തങ്ങളുടെ ആ ദീനിലേക്ക് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുകയാണ്, നിങ്ങൾക്ക് എന്തു വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ അവിടുന്ന് അബൂസീനയിലേക്ക് പാലായനം ചെയ്യുകയാണ് ഹബീബായ തങ്ങളുടെ നിർദ്ദേശപ്രകാരം. മഹാനവറുകളെ അറിയപ്പെടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൂതനായിട്ടാണ്. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ദഅവത്തിനായി പല നാടുകളിലും ഹബീബായ തങ്ങൾ മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു വളരെ ശാന്തനും വളരെ സംസാരത്തിൽ വാചാലമുള്ള ആളുമായിരുന്നു. കാരണം ആ കാലഘട്ടത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അവരെ ആരെയും വിടാതെ മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ വിട്ടതിൻ്റെ ഉദ്ദേശം അദ്ദേഹത്തിന് പ്രത്യേക കഴിവുകളുണ്ടായിരുന്നു. ഖബാ ഉടമ്പടി അഥവാ മദീനത്തു നിന്നും കുറച്ചാൾക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുവാൻ വന്നിട്ട് അവിടെ ബയ്യത്ത് ചെയ്യുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവിടുന്ന് കൂടെ പറഞ്ഞയച്ചത് മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെയായിരുന്നു. ആ മദീനത്ത് ഇവരെയും കൂട്ടിയയച്ചത് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അറിയാമായിരുന്നു ഇദ്ദേഹത്തിന് നല്ല കഴിവുള്ള, സംസാര വാചാലമുള്ള. കാരണം മദീനത്ത് ചെന്നപ്പോൾ പഴയ കാലത്ത് യസ്രിബ് എന്നറിയപ്പെടുന്ന ഇന്ന് കാണുന്ന ഈ മദീനയിലേക്ക് അവർ യാത്ര തിരിക്കുകയാണ്. അങ്ങനെ യാത്ര തിരിച്ച് മദീനയിലേക്ക് എത്തുമ്പോൾ അവിടെ ബിനു സുറാറ എന്ന് പറയുന്ന മഹാനവറുകളുടെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു. അവിടെ ചെന്നെത്തിയപ്പോൾ അവിടുള്ള നാട്ടുകാർ ഒന്നടങ്കം, കാരണം പുതിയൊരു മതവുമായി വന്നിരിക്കുകയാണ്, ഇവിടെ താമസിച്ചാൽ നമ്മുടെ ദൈവങ്ങളെ അവർ ആക്ഷേപിക്കും, തീർച്ചയായും ഇവരെ രണ്ടുപേരെയും നമുക്ക് വകവരുത്തുക തന്നെ ചെയ്യണം എന്ന് പറഞ്ഞു. കാരണം ഇവിടുള്ള ജനങ്ങളെ മുഴുവനും അവർ മക്കത്തേക്ക് കൊണ്ടുപോയി ഇസ്ലാം മതം സ്വീകരിച്ചു കൊണ്ടുവന്നവരാണ്. മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു അവിടെ നിസ്കാരം പഠിപ്പിക്കുവാനും മറ്റ് ദീനിൻ്റെ എല്ലാ ചിട്ടകളും പഠിപ്പിക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യസ്രിബിലേക്ക് അയക്കുകയാണ്. അപ്പോഴാണ് അവിടെ ഉള്ള പ്രമാണിമാർ ഇവരെ വധിക്കണമെന്നുമായി വാളുമായി വരികയാണ്. അദ് ബിൻ സുറാറ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്ക് മിസ്അബ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിനെയും വധിക്കുവാനായി അവിടുന്ന് വരികയാണ്. അവിടുത്തെ പ്രമാണിമാരായ അദ് ബിൻ സുറാറ റളിയല്ലാഹു അൻഹു അവിടുന്ന് അവരെ വീട്ടിൽ താമസിച്ച മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെയും വധിക്കുവാനായി അവിടുത്തെ പ്രമാണികളിൽപ്പെട്ട ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹും സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹും ഇവർ അന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടില്ല. അങ്ങനെ മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തേക്ക് ഊരിപ്പിടിച്ച വാളുമായി മുന്നിലേക്ക് വരുമ്പോൾ മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു അവിടുന്ന് പുഞ്ചിരിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതേ സുന്നത്തുകൾ അവിടെ പ്രവർത്തനമാകുകയായിരുന്നു. അങ്ങനെ ഊരിപ്പിടിച്ച വാളുമായി വന്നിട്ട് നിങ്ങൾ ഈ നാട്ടിന് നാശമുണ്ടാക്കാൻ വന്നവരാണോ എന്ന് ഊരിപ്പിടിച്ച വാളുമായി ചെന്നപ്പോൾ മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുകയാണ്, എൻ്റെ വാക്ക് നിങ്ങൾ അല്പമെങ്കിലും കേട്ടായിരുന്നെങ്കിൽ എത്ര നന്നായിനെയായിരുന്നു. അല്ലെങ്കിൽ ഞാൻ ഈ നാട് വിട്ടു പോകാം, ഞാൻ പറയുന്ന ഒന്ന് മാത്രമേ നിങ്ങൾ കേൾക്കാൻ പാടുള്ളൂ. അങ്ങനെ അവിടുന്ന് പരിശുദ്ധ ഖുർആനിലെ ആയത്തോതുകയാണ്. അപ്പോൾ അദ്ദേഹം ആ വാള് തറയിലേക്കിട്ട് ശാന്തനായി നിന്നുകൊണ്ട് കാതോർക്കുകയാണ്. ആ ഖുർആനിൻ്റെ ആ പ്രകാശം ഹൃദയത്തിലേക്ക് പതിയുകയാണ്. അപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ്,
ഞാൻ ഇനി എന്താണ് വേണ്ടുള്ളത്? ഞാൻ ഇസ്ലാമിൽ നിങ്ങളെ മതത്തിലേക്ക് ചേരാൻ ഞാൻ ഇനി എന്താണ് വേണ്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അപ്പോൾ പറയും, മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു പറയും, അപ്പോൾ നിങ്ങൾ ശുദ്ധീകരിച്ച് ഒളു എടുത്തുകൊണ്ട് വരുവാൻ. ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹുവും ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കുവാനായി ഈ സന്ദർഭം അവിടെയും ഉണ്ടായിട്ടുണ്ട്. ഈ സ്വഹാബി അങ്ങനെ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി, ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോൾ അവിടുന്ന് അർശ് വരെ കുലുങ്ങിയെന്ന്. ഇസ്ലാമിൽ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിൻ്റെ അടുത്ത് വലിയ സ്ഥാനമുള്ളവരായി മാറി. അവിടുത്തെ ഖുർആൻ പാരായണം കേട്ടപ്പോൾ തന്നെ കാരക്കെ ഉണക്കിക്കൊണ്ടിരുന്ന ഒരു കുതിരയെ കെട്ടിയിട്ടുണ്ട് മഹാനവറുകൾ അവിടുന്ന് ഖുർആൻ ഓതുകയാണ്. അപ്പോൾ ആകാശത്തു നിന്നും മലക്കുകൾ പ്രകാശത്താൽ അവിടെ വർണ്ണിച്ചുകൊണ്ട് ഭൂമിയിലേക്ക് ഇറങ്ങുന്നതായി കുതിര കടന്ന് ചാടുകയാണ്. ഈ പ്രകാശം കണ്ട് കുതിര കടന്ന് ചാടുകയാണ്. അപ്പോൾ ആ ചാട്ടം കണ്ട് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു അവിടുന്ന് നിർത്തുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അടുത്ത് ഇത് ചെന്ന് വിവരിച്ചപ്പോൾ, സഅദേ, നീയെങ്ങാണം ആ ഖുർആൻ ഫുള്ള് മോദിയായിരുന്നെങ്കിൽ ഈ ആകാശത്തുള്ള മലക്കുകൾ മുഴുവനും ഭൂമിയിലേക്ക് ഇറങ്ങുന്ന മറ്റുള്ളവർക്കും കാണാൻ പറ്റുന്ന രീതിയിലുള്ള അത്രയും മനോഹരമായ ആയത്തുകൾ നീ ഓതി. അള്ളാഹുവിന് വളരെ ഇഷ്ടപ്പെട്ടു. മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ മദീനയിൽ അഥവാ യസ്രിബിൽ ഇസ്ലാം ശക്തിപ്പെടുകയും അപ്പോൾ അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദീനത്തു നിന്നും അഥവാ യസ്രിബിൽ നിന്നും വീണ്ടും മദീനത്തേക്ക് കുറച്ച് ആൾക്കാർ പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ക്ഷണിക്കുകയാണ്. ലോകത്തിൻ്റെ പ്രവാചകനെ ഇത്രയും ബുദ്ധിമുട്ടുമ്പോൾ ഞങ്ങൾ സംരക്ഷിച്ചു കൊള്ളാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വാഗ്ദാനം നൽകിക്കൊണ്ട് അവിടുത്തെ മദീനയിലേക്ക് ഹിജ്റയ്ക്കായി ക്ഷണിക്കുകയാണ്. അങ്ങനെയാണ് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രകാരം മദീനത്തേക്ക് വരികയും അവിടെ ഇസ്ലാം പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുന്ന വേളയിലാണ് ബദർ യുദ്ധത്തിൽ മഹാനവറുകൾ പങ്കെടുക്കുകയും പിന്നീട് ഉഹദ് യുദ്ധമായപ്പോൾ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു അവിടെ ഷഹീദാവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖസാദൃശ്യമുള്ള മുസ്അബ് ബിൻ ഉമൈർ അവിടെ ഈ ലോകത്തോട് വിട പറയുകയാണ്. അള്ളാഹുവിൻ്റെ അടുത്ത് വലിയ ഉന്നത സ്ഥാനമുള്ള, കാരണം മക്കത്തെ പട്ടണത്തിലെ വലിയൊരു പ്രമാണിയും ആര് കണ്ടാലും അതിശയിപ്പിക്കുന്ന അത്രയും സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിച്ച വലിയൊരു പണക്കാരനാണ്. പിന്നീട് സ്വഹാബികൾ അദ്ദേഹത്തെ കാണുമ്പോൾ കാരണം പൊട്ടിക്കരയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പഴയകാല രൂപവും ഇപ്പോഴത്തെ കാലവും. കാരണം പിന്നെ അദ്ദേഹം വളരെ ദരിദ്രനായി ദീനുൽ ഇസ്ലാമിൻ്റെ പേരിൽ എല്ലാം ത്യജിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അവൻ്റെ തൃപ്തി മാത്രം കരസ്ഥമാക്കിക്കൊണ്ട് ഓരോ നിമിഷങ്ങളിലും അള്ളാഹുവിലേക്ക് അടുക്കുകയായിരുന്നു മഹാനവറുകൾ. അങ്ങനെ ഉഹദിൻ്റെ വേളയിൽ അവിടുന്ന് വഫാത്തായപ്പോൾ മുത്തുനബി പൊട്ടിക്കരഞ്ഞു. കാരണം അദ്ദേഹത്തിൻ്റെ മുഖത്ത് മറയ്ക്കാൻ പോലും തുണിയില്ല. അത്രയും കാലിൽ എത്തിയാൽ മുഖം മറയുന്നില്ല, മുഖം മറച്ചാൽ കാലിലെത്തുന്നില്ല. അങ്ങനെ പുല്ലുകൾ കൊണ്ട് കാലുകൾ മൂടിയാണ് അദ്ദേഹത്തിൻ്റെ മറമാടിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ ഓർത്ത് ഒരുപാട് പ്രാർത്ഥിച്ചുകൊണ്ടുണ്ട്. അങ്ങനെ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു ദീനിനു വേണ്ടി ത്യാഗമനുഭവിച്ച ആ ചരിത്രം വളരെ ഓരോ മുഅ്മിനിൻ്റെ മനസ്സിലും ഹൃദയത്തിൽ ആനന്ദമാകുന്നു. കാരണം അദ്ദേഹം മരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കുകയാണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടു പോയി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടുത്തെ പ്രകാശമായ മുഖവും മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ മുഖവുമെല്ലാം സാദൃശ്യമുണ്ടായതുകൊണ്ട് അതിനെക്കൊണ്ട് നമ്മൾ അള്ളാഹുവിലേക്ക്, അള്ളാഹു തന്ന നിഅമത്തിലേക്ക് നമ്മൾ ഖേദിച്ചുകൊണ്ട് മടങ്ങിക്കൊണ്ട് ഈ ചരിത്രം ഹൃദയത്തിൽ എന്നും നാം സൂക്ഷിച്ചുകൊണ്ട് ഓരോ നിമിഷവും ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ നന്മയുടെ വാഗ്ദാക്കൾ നമ്മളുമാകണം. നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അള്ളാഹുവിൻ്റെ അടിമകളാണ് നമ്മൾ. അവന് നന്ദി ചെയ്യണം. തീർച്ചയായും അവൻ അല്ലാമൽ ഊയൂബാണ്. ഹൃദയത്തിലെ കാര്യങ്ങൾ അറിയുന്ന നമ്മുടെ യജമാനന് നമ്മൾ എപ്പോഴും സ്തുതിച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറയുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.